നമസ്കാരം. കേരളത്തിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം ഹാലിളകി നടക്കുകയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഹാലിളകി ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ഭീതിപ്പെടുത്തുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. ഇന്ന് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവ വികാസം യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായി. അത് പറയാതെ വയ്യ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വീട് യൂത്ത് കോൺഗ്രസും നേതാക്കളും ഒക്കെ അവിടെ എത്തി ആക്രമിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീടിന് സുരക്ഷ ഒരുക്കിയ ആ പോലീസുകാരെ അടക്കം ആക്രമിച്ചുകൊണ്ടാണ് വീട് ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. മാത്രവുമല്ല, അവിടെ ആ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ ഒരു റീത്തും വെക്കുന്നു. ഇതിനെ നമുക്ക് ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. സാധാരണ എപ്പോഴാണ് ഒരു റീത്ത് വെക്കുന്നത്? ഒരാൾ മരിച്ച ശേഷം, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെ പലരും വെക്കാറുണ്ട്. ഇതിൽ എന്തായാലും വീണ ജോർജ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നിന്നെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയാണോ റീത്ത് വെച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആശയപരമായി നമുക്ക് പല രീതിയിലുള്ള എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയപരമായി പല വിഷയങ്ങളും എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും ആ എതിർപ്പിന്റെ പേരിൽ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ, ഗുണ്ടായിസങ്ങൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാൻ പാടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആ മന്ത്രി നടത്തിയിട്ടുള്ള പല പെർഫോമൻസുകൾ അത് നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇന്ന് ആരോഗ്യ മേഖല രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. UDF ഭരിക്കുന്ന സമയങ്ങളിൽ സർക്കാർ ആശുപത്രികളിലെ അവസ്ഥകൾ എന്തായിരുന്നു? ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു, മരുന്നുണ്ടായിരുന്നു, പട്ടിയും പൂച്ചയും ഒക്കെ പെറ്റുകിടക്കുന്ന ഇടങ്ങൾ മാത്രമായിരുന്നില്ലേ ആ സർക്കാർ ആശുപത്രികളൊക്കെ? അങ്ങനെ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന, ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാതിരുന്ന ആ സർക്കാർ ആശുപത്രികളെ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത് നമ്മുടെ LDF സർക്കാരാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന കയ്യടി കണ്ട്, അല്ലെങ്കിലും UDF പണ്ടേ വീണ ജോർജിനെതിരെ പല രീതിയിലുള്ള പല ആക്രമണങ്ങളും നടത്താറുണ്ട്, നമ്മൾ നടത്തി കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ നോക്കൂ, വളരെ വ്യത്യസ്തമായ ഒരു സമരം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം സത്യത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഈ റീത്ത് വെച്ച ആളുകൾക്കെതിരെ, അതുപോലെ തന്നെ വീട് ആക്രമിച്ച ആളുകൾക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളാകട്ടെ ഈ വിഷയത്തിൽ ഒരു മൗനം തുടരുകയാണ്. അതായത് ഒരു മന്ത്രിയുടെ വീട് ആക്രമിക്കുന്നതും മന്ത്രിയുടെ വീടിന് മുമ്പിൽ റീത്ത് വെക്കുന്നതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. അവർ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നേയില്ല. മറിച്ച് റീത്ത് വെച്ചവർക്കും റീത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളുകൾക്കുമൊക്കെ ഹൈപ്പ് കൊടുക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഒരിക്കലും മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനോട് മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഈ സംഭവം നടന്ന ശേഷം വീണ ജോർജിനോട് മാധ്യമങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ VD സതീശനാണെന്ന്. തീർച്ചയായും ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിന് മുമ്പിൽ VD സതീശൻ തന്നെയായിരിക്കും. കാരണം VD സതീശൻ പറയാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളും നടത്തില്ല. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലപ്പ എന്ന മട്ടിലാണ് VD സതീശൻ ഉത്തരം നൽകിയത്. അത് നമുക്കൊന്ന് കാണാം. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി, മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. അല്ല, അങ്ങനെയൊന്നും ഞാൻ മന്ത്രിമാരുടെ വസതിക്കകത്തേക്ക് കയറുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല. ആ മന്ത്രിമാരുടെ വീടിനകത്ത് കയറുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. ആ ചോദ്യം കേട്ട് VD സതീശന്റെ ആ മറുപടിയും ശരീരഭാഷയും ഒക്കെ അയാളുടെ അകത്ത് കിടക്കുന്ന ആ പെരും നുണയനെ കാണിച്ചു തരുന്നുണ്ട്. ഇത്തരം വിഷയത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഈ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇയാൾക്കുള്ള പങ്ക് എത്രത്തോളമാണെന്ന് പറയാതെ പറയുന്നുണ്ട്. അയാളുടെ ശരീരഭാഷയും അയാളുടെ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ പെർഫോമൻസും. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ അങ്ങ് അവരുടെ മേത്തേക്ക് കയറി ഒരു മാതിരി പറവൂർ സതീശൻ ആ പഴയ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ നിശബ്ദരാകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോഴും പഞ്ചപുച്ഛമടക്കാത്ത ചില മാധ്യമ പ്രവർത്തകർ മാധ്യമ മേഖലയിലുണ്ട്. അവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യ മേഖല, ആ മേഖലയെ തകർക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ അങ്ങനെ ഇവർ തകർത്ത് തരിപ്പണമാക്കിയ എല്ലാ മേഖലയും ഇന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. അപ്പോ ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ ഏറ്റവും വല്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്താൽ മാത്രമേ ഭരണം പിടിക്കാൻ കഴിയൂ. അതുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തി VD സതീശനും സംഘവും നുണ പ്രചരിപ്പിച്ച് നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ഓരോ ദിവസവും സതീശൻ പറയുന്ന ഓരോ നുണകളും പൊളിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് DYFI ഈ പണിയുമായി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് കേട്ടപടി തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ മാളത്തിൽ കയറി വിളിച്ചിട്ടുണ്ട്. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ രക്ഷാപ്രവർത്തനം നടക്കാനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞ് ഈ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള അക്രമികളെ സംരക്ഷിച്ചുകൊണ്ട് ഈ അറിയാലോ ബടക്കാക്കി തനിക്കാക്കുക അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും മനോരമ ഓവർ ടൈമായിട്ട് പ്രതിപക്ഷത്തിന് വേണ്ടി വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ച് പണിയെടുക്കുന്നുണ്ട്. എന്തായാലും മനോരമ അവസാനം
മോങ്ങണ്ടി വരുമല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ. UDFന്റെ ഒരു സൈബർ വിങ്ങായി മനോരമ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മനോരമയെ ഒരു മാധ്യമം എന്ന രീതിയിൽ പോലും നമുക്ക് വിലയിരുത്താനും പറയാനും കഴിയില്ല. വേണമെങ്കിൽ KPCCയുടെ ഒരു IT സെൽ എന്ന് ഒറ്റ വാക്കിൽ പറയാം. എന്തായാലും ഈ വിഷയത്തിൽ CPMന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് വായിക്കാം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന: ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വീട് ആക്രമിച്ചും പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തിയും പ്രതിപക്ഷം നടത്തുന്ന സമര ആഭാസങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല. മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് തകർത്ത് വീട്ടിൽ കയറി റീത്ത് വെച്ചു, പോലീസ് വാഹനം തകർത്തു, പോലീസുകാരെ ആക്രമിച്ചു. നാടാകെ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മേഖലയിലും ജനകീയ പ്രതിഷേധമുയരാത്ത വിധത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും നാടിന്റെ വികസനവും ഉറപ്പുവരുത്തിയ ഭരണമാണ് 10 വർഷമായി കേരളം കാണുന്നത്. അതിൽ അസഹിഷ്ണുത പൂണ്ടവരാണ് അനാവശ്യ സമരങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും അതുവഴി കലാപത്തിലേക്കും നാടിനെ തള്ളിവിടാൻ ശ്രമിക്കുന്നത്. ജനാധിപത്യപരമായ സമരങ്ങളോടോ പ്രതിഷേധങ്ങളോടോ ഒരു ഘട്ടത്തിലും അസഹിഷ്ണുത പൂണ്ട നിലപാട് സർക്കാരോ LDFോ സ്വീകരിച്ചിട്ടില്ല. കടുത്ത സമരങ്ങളിലൂടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയും വളർന്നു വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. UDF ഭരണകാലത്തെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ മറന്ന ജനതയല്ല കേരളത്തിലുള്ളത്. ചികിത്സയോ മരുന്നോ ഇല്ലാതെ തെരുവ് നായ്ക്കളുടെ വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ. അന്നൊക്കെ CPM അതിരൂക്ഷമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു മന്ത്രിയെയും വ്യക്തിപരമായി തിരിഞ്ഞ് ആക്രമിക്കാനോ വീട്ടിൽ റീത്ത് വെക്കാനോ തയ്യാറായിട്ടില്ല. അത് ജനാധിപത്യ സമര മാർഗവുമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്തത്ര മികച്ച നിലയിലേക്ക് പൊതുജനാരോഗ്യ മേഖലയെ പടുത്തുയർത്തിയത് ഈ കാലയളവിലാണ്. രോഗികൾക്ക് ഒരു തടസ്സവുമില്ലാതെ മികച്ച ചികിത്സയും മരുന്നും ആശുപത്രികളിൽ ലഭ്യമാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആതുരാലയങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് സർക്കാർ ആശുപത്രിയിൽ കരൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. ഇത്രയേറെ മെച്ചപ്പെട്ട സംവിധാനങ്ങളിലേക്ക് സ്വാഭാവികമായും ലക്ഷക്കണക്കിന് സാധാരണക്കാർ ചികിത്സ തേടിയെത്തും. അതിനിടയിൽ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട പിഴവുകളോടും ഒരു വിട്ടുവീഴ്ചയും സർക്കാർ കാണിച്ചിട്ടില്ല. അന്വേഷണം നടത്തി കർശന നടപടികളാണ് ഓരോ സംഭവത്തിലും എടുത്തിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടന കണക്കാക്കിയിട്ടുള്ളത്ര പിഴവുകൾ പോലും സർജറികളിൽ കേരളത്തിൽ സംഭവിക്കുന്നില്ലെന്നതാണ് വസ്തുത. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ മറച്ചുവെച്ചും ചില സംഭവങ്ങളുടെ പേരിൽ ഈ മേഖലയെ ആകെ കരിവാരിത്തേച്ചേക്കുമെന്നുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. കനഗോരുവും കോൺഗ്രസും മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയ നുണ യുദ്ധവും അതിന്മേലുള്ള അതിക്രമങ്ങളും കേരളത്തിൽ വിലപ്പോകുമെന്ന് കരുതരുത്. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ അടിയന്തര ഇടപെടൽ സർക്കാരും ആരോഗ്യവകുപ്പും പോലീസും നടത്തുന്നുണ്ട്. അത്തരം സംഭവങ്ങളെ പെരുപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തി കലാപങ്ങളിലേക്ക് തള്ളിവിടുന്നതിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. അവർ നാടിനെ കുട്ടിച്ചോറാക്കുന്ന കുപ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണം. സംസ്ഥാനത്തെ സമാധാനപൂർണമായ അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും സഹായിക്കണം. സംസ്ഥാനത്തെ സമാധാനപൂർണമായ അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് CPM പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട്, ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ വീട് ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമോ, മന്ത്രിയുടെ വീട് ആക്രമിക്കുക, ഒരു പ്രകോപനം സൃഷ്ടിക്കുക, അത് പിന്നീട് ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക, അതിൽ നിന്നും മീൻ പിടിക്കുക, ഇത് BJP പല സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന ഒരു തന്ത്രമാണ്. അത് കേരളത്തിൽ ഇപ്പോൾ UDF നടപ്പിലാക്കുന്നു. കനകോലുവിലൂടെ അത് ഇവിടെയും അവർ പ്ലഗ് ചെയ്തിരിക്കുന്നു. ഇത്തരം നുണകളെ, ഇത്തരം ഇരട്ടത്താപ്പുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങളെ മാധ്യമങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു വെക്കുകയാണ്. മനോരമ പോലുള്ള മാധ്യമങ്ങൾ ഇതിനെ ചൂട്ടുപിടിച്ച് നടക്കുന്നത് വലിയ രീതിയിൽ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്തിന് തന്നെ ഒരു നാണക്കേടെന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല, ഇതിനൊക്കെ വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും. VD സതീശനും സംഘവും എങ്ങനെയെങ്കിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നുണ പറഞ്ഞുകൊണ്ട്, നുണ പരത്തിക്കൊണ്ട് പുതിയുഗ യാത്ര നടത്തി രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും അയാൾ പറയുന്ന നുണകളിൽ പോയി വീണാൽ നമ്മുടെ നാട് കൂട്ടിച്ചോറാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ അമ്പേ പരാജയമായ ഒരു പക്ഷം ഭരണപക്ഷത്തെത്തിയാൽ എന്താവും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. നല്ലതേതാണ്, ചീത്ത ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അത് മലയാളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ബുദ്ധി അവർ ഇവിടെയും ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.